ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരം ചായയോട് കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് വൈകുന്നേര കടിയായിട്ടാണ് കേട്ടോ. വെറും 5 മിനിറ്റോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുള്ള 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം അതിൻ്റെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദ വെച്ച് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്ത് കുറച്ചായി ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന പപ്പടമാണ് കേട്ടോ. പപ്പടം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പപ്പടവടയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അല്ല കേട്ടോ, പപ്പടവടയൊന്നല്ലേ. ഇതിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും നമ്മുടെ ചായയോടൊപ്പം കൂടി കഴിക്കാൻ പറ്റിയതും അല്ലാതെ ചുമ്മാ കഴിക്കാൻ പറ്റിയതുമായിട്ടുള്ളൊരു നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 പപ്പടമാണ്. ഈ ഒരു പപ്പടം നമുക്കിനി 4ആയിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് 4ആയി മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാകുക. എന്നിട്ട് നമുക്ക് ചട്ടി ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ഒരു പപ്പടം നമ്മുടെ മാവിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിയാൻ സാധ്യത ഉണ്ട്. ഇതുപോലെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പടം വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഇത് മസ്റ്റ് ട്രൈ ആണ്, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരം ചായയോട് കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയാം.